السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി വന്നുപോയ എല്ലാ ദോഷങ്ങൾക്കും അള്ളാഹു നമുക്ക് അഫ്വ് നൽകുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ മജ്ലിസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പുതിയ ഒരു കൊല്ലത്തിനെ നമ്മൾ വരവേൽക്കാൻ വേണ്ടി ഇരിക്കുന്ന ഈ സമയത്ത് 2024 നമ്മിൽ നിന്നും വിടവാങ്ങുന്ന ഈ സമയത്ത് പ്രത്യേകമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിലൂടെ പറയുന്നത്. നമ്മുടെ ജീവിതം വിജയിച്ച് കാണാനും അതുപോലെ തന്നെ 2025 പുതിയ ഒരു വർഷം നമ്മിലേക്ക് ആഗതമാകുമ്പോൾ ആ ഒരു വർഷത്തിൽ നമുക്ക് പച്ചപിടിക്കാനും അതുപോലെ തന്നെ സാമ്പത്തികമായ നഷ്ടങ്ങളിൽ നിന്ന് നമുക്കൊരു രക്ഷ നേടാനും മനസ്സമാധാനമുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കാനും ഇൻഷാ അള്ളാഹ് ഈ പറയുന്ന ദിക്ർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായി നമുക്ക് വരാനിരിക്കുന്ന, ശാരീരികമായി നമുക്ക് വരാനിരിക്കുന്ന, മാനസികമായി നമുക്ക് വരാനിരിക്കുന്ന എല്ലാ ആഫത്തുകളും എല്ലാ ബലാഅകളും അള്ളാഹു നമുക്ക് തട്ടിമാറ്റി തരും. അതിന് ഉപകരിക്കുന്ന ഒരു അമലാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരാനിരിക്കുന്ന എല്ലാ ആഫത്തുകളും ബലാഅകളും മുസീബത്തുകളും എല്ലാം തട്ടി നീങ്ങാൻ വേണ്ടി, അതുപോലെ തന്നെ ഇരു ലോകത്തിലും നമുക്ക് വിജയം കൈവരിക്കാൻ വേണ്ടിയും ഇൻഷാ അള്ളാഹ് ഈ ദിക്റിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഈ പുതുവത്സരം വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് പരിശുദ്ധമായ റജബ് മാസം കൂടി നമുക്ക് ആഗതമാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മാസമെന്ന് അറിയപ്പെടുന്ന പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന ഈ സമയത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മൾ പാപമുക്തരാകണം. എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മൾ അഫുവിനെ തേടണം. നാളെയുടെ ഒരു പുലരി നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത്, നമ്മൾ പുതിയ ഒരു വർഷത്തിലായി നമ്മൾ ജീവിക്കുന്ന ഈ സമയത്ത് നമ്മൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകൾക്കും നമുക്ക് അഫ്വ് ലഭിക്കണം. അതിന് ആദ്യമായി നമ്മൾ ഇസ്തിഗ്ഫാറിനെ തേടണം അള്ളാഹുവിനോട്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ 100 തവണ നമ്മൾ ചൊല്ലണം. അതിൻ്റെ ശേഷം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രയാസങ്ങളും നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കണം. അതിനുവേണ്ടി ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്ർ നമ്മൾ 100 തവണ ചൊല്ലണം. പുതുവത്സരമാകുന്ന ഈ വർഷം നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആദ്യമായി നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ, അഥവാ പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന സമയത്ത് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് 100 ഇസ്തിഗ്ഫാറിനെ നമ്മൾ തേടണം. അള്ളാഹുവിൻ്റെ മാസമാകുന്ന പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമ്മുടെ ഖൽബും നമ്മുടെ ശരീരവും എല്ലാം ശുദ്ധതയോടുകൂടി പാപത്തിൻ്റെ എല്ലാ കറകളും കളഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ റജബ് മാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളിൽ നിന്നും നമുക്ക് പാപമുക്തി ലഭിക്കാൻ വേണ്ടി നമ്മൾ 100 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റിനെ നമ്മൾ ചൊല്ലണം. അതിൻ്റെ ശേഷം എല്ലാ വിഷയങ്ങളും നമ്മൾ അള്ളാഹുവിലേക്ക് തവക്കുലാക്കിക്കൊണ്ട് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്റിനെ നമ്മൾ 100 തവണ പതിവാക്കണം. ഈ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്ർ നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ കടങ്ങളും അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ സമർപ്പിക്കണം. അതിൻ്റെ ശേഷം
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റിനെ നമ്മൾ 100 തവണ നാളെയുടെ പുലരിയിൽ നമ്മൾ ചൊല്ലിത്തീർക്കേണ്ടതാണ്. ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റിനെയാണ് നമ്മൾ ഈ 2025 നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് റഹ്മത്തുകൾ അല്ലാഹു ഒരുപാട് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാ ആഫത്ത് ബലാ മുസീബത്തുകളും അല്ലാഹു നമ്മിൽ നിന്നും തട്ടി നീക്കി തരുമാറാകട്ടെ. ഇതനുസരിച്ച് അമല് ചെയ്യാൻ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മജ്ലിസ് കേൾക്കുന്ന എല്ലാവരും നമ്മളോട് ഇഷ്ടമുള്ള ദീനീ സ്നേഹികളായ കുടുംബക്കാരിലേക്കും കൂട്ടുകാരിലേക്കും ഈ 2025 നമ്മൾ എങ്ങനെ വരവേൽക്കണമെന്ന്, നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ പറയുന്നത് പോലെ നമ്മൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതല്ലാതെ പുതുവത്സരം വരുന്ന സമയത്ത് തെറ്റുകളിലായി നമ്മൾ അതിനെ വരവേൽക്കുന്ന സമയത്ത് ആ ഒരു വർഷത്തിലോ അതല്ലെങ്കിൽ മുന്നോട്ടുള്ള സമയങ്ങളിലോ ഒരിക്കലും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുകയില്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.